ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവാൻ ഇനി ഏതാനും മണിക്കൂറുകൾ, കഷ്ടിച്ച് 2 മണിക്കൂർ. അപ്പോഴേക്കും സത്യപ്രതിജ്ഞ നടക്കും വാഷിംഗ്ടൺ DC-യിലെ ക്യാപിറ്റൽ ബിൽഡിംഗിൽ. ദ ട്രംപ് ഇനോഗറേഷൻ തത്സമയ സംപ്രേഷണമുണ്ടാവും ജനൻ TV-യിൽ. നിരന്തരമായി അതിൻ്റെ ഓരോ നിമിഷവും ആവേശത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും പരേഡിൻ്റെയും അവിടുത്തെ സംഗീത വിരുന്നിൻ്റെയും ഏറ്റവും ഒടുവിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഇനോഗറൽ അഡ്രസ്സിൻ്റെയും നമ്മുടെ അതിഥികൾ തുടരുന്നു. ഡോക്ടർ മോഹൻ വർഗീസ്, 2 കാര്യങ്ങൾ. ഒന്ന്, ക്വാഡിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നു. 2, ക്വാഡിൽ ഭാരതത്തിൻ്റെ സ്വാധീനം വർദ്ധിക്കുന്നു. 3, ചൈന എന്ന പൊതുഭീഷണിക്ക് മുന്നിൽ ഒരിക്കൽ കൂടി കുറെ കൂടി അടുത്ത് സഹകരിച്ച് നീങ്ങാൻ ഡൊണാൾഡ് ട്രംപിനും നരേന്ദ്രമോദിക്കും കഴിയും എന്നുള്ള വിശ്വാസം. അങ്ങ് തന്നെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു പക്ഷേ ഏറ്റവും പെട്ടെന്ന് ഭാരതം സന്ദർശിക്കാനുള്ള ക്ഷണക്കത്തായിരിക്കാം വിദേശമന്ത്രി S. ജയശങ്കർ കയ്യിൽ കരുതിയിരിക്കുന്നത്. എങ്ങനെ കാണുന്നു ഈ സാധ്യതകളെ ഡോക്ടർ മോഹൻ വർഗീസ്? ക്വാഡ് രൂപപ്പെടുത്തിയത് ഒരു സൈനിക സഖ്യം എന്ന നിലയിലല്ല, ഒരു സഹകരണ വേദി എന്ന നിലയിലും സമുദ്രങ്ങളിലെ ജോയിൻറ്റ് നേവൽ എക്സസൈസ് ഇതെല്ലാം സാധ്യമാകുന്ന രീതിയിലാണ്. തന്ത്രപ്രധാനമായ ഒരു സഖ്യം തന്നെയാണ്. അതും 4 രാജ്യങ്ങളും അതിശക്തമായ രാജ്യങ്ങൾ തന്നെയാണ്. ആ ദക്ഷിണ കടലുകൾ, പ്രത്യേകിച്ച് ഇന്ത്യൻ ഓഷ്യൻ റീജ്യൻ, അതിൻ്റെ തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഓസ്ട്രേലിയ, ഇന്ത്യൻ ഓഷ്യൻ റീജ്യൻ്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പസഫിക് ഓഷ്യൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ജപ്പാൻ, ഇന്ത്യൻ ഓഷ്യൻ്റെ പ്രധാനപ്പെട്ട ഘടകമായ ഭാരതം, ഇന്ത്യൻ ഓഷ്യൻ്റെ ആ റീജ്യന് പുറത്തുള്ള അമേരിക്ക, ഇതെല്ലാം തന്നെ ചേരുന്നത് ഒരു നാവിക സഖ്യം, നാവിക സൈനിക സഖ്യം എന്ന നിലയിലല്ല, മറിച്ച് സഹകരണത്തിൻ്റെ പുതിയ പന്ഥാവ് എന്ന നിലയിലാണ്. ആ ഒരു സഖ്യം ഒരുപക്ഷെ അതിൻ്റെ ഒരു മീറ്റിംഗ് ഉടനടി നടത്തേണ്ടതുണ്ട്. അപ്പം ഇവിടെ ശ്രീ KVS ഹരിദാസ് സൂചിപ്പിച്ചതുപോലെ ആ ക്ഷണക്കത്തിൽ ഒരുപക്ഷെ ക്വാഡ് മീറ്റിങ്ങിൽ അമേരിക്കയുടെ പ്രസിഡന്റ് തന്നെ നേരിട്ട് പങ്കെടുക്കാനുള്ള ഒരു സാഹചര്യം, പ്രത്യേകിച്ച് ഡൽഹിയിൽ വെച്ച് നടക്കേണ്ട ഇന്ത്യ ആതിഥ്യം വരളുന്ന ആ മീറ്റിങ്ങിൽ ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപിൻ്റെ ആദ്യ വിദേശ സന്ദർശനം തന്നെ ഭാരതത്തിലേക്കായാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്നതാണ്. ഇപ്പം ഇതൊക്കെ ഒരുപാട് സന്ദേശങ്ങളാണ് ചൈനയ്ക്ക് നൽകുന്നത്. നമുക്കറിയാം, എത്രയൊക്കെ സൈനിക ഇതരമാണെന്ന് പറഞ്ഞാലും കൗണ്ടറിങ് ചൈന എന്നത് തീർച്ചയായും അമേരിക്കയുടെയും ഓസ്ട്രേലിയയുടെയും ജപ്പാൻ്റെയും ഇന്ത്യയുടെയും നയങ്ങളുടെ സംയോജനം കൂടിയാണ്. അതാണ് കൺവേർജൻസ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഈ ഒരു ദക്ഷിണ ചൈന കടലിന് പുറത്തേക്ക് ചൈനയുടെ സാന്നിധ്യം വ്യാപിക്കുന്നതിനെക്കുറിച്ച് ഇവിടെ ഡോക്ടർ പി ജെ വിൻസെൻ്റ് ഉൾപ്പെടെയുള്ള ആളുകൾ കാര്യമായി സംസാരിക്കുകയും ചെയ്തതാണ്. അപ്പോൾ അവിടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ശക്തനായ ഒരു നാവിക പങ്കാളി അവിടെ ആവശ്യമുണ്ട്. അല്ല എങ്കിൽ ഈ നമ്മുടെ ഒരു ജിയോ പൊളിറ്റിക്സ് തന്നെ മാറിപ്പോകും. അതുകൊണ്ട് ചൈനയുടെ ഒരു സാന്നിധ്യം ഇന്ത്യൻ ഓഷ്യനിൽ കൂടുതൽ വർദ്ധിച്ചു വരികയാണ്. പ്രത്യേകിച്ച് ബംഗ്ലാദേശിൽ നടന്ന ഒരു അധികാര കൈമാറ്റത്തെയൊക്കെ ഇന്ത്യ വളരെ ആശങ്കയോടെ കാണുന്നതിൻ്റെ പ്രധാന കാരണം തന്നെ വർദ്ധിച്ചു വരുന്ന ചൈനീസ് സാന്നിധ്യമാണ്. ബംഗ്ലാദേശിലെ ചിറ്റഗോങ് തുറമുഖം, ശ്രീലങ്കയിലെ ഹംബൻ തോറ്റ തുറമുഖം, മാലദ്വീപിലെ ഏതാനും തുറമുഖങ്ങൾ, പാകിസ്ഥാനിലെ ഗദ്ദാർ തുറമുഖം, ഇതെല്ലാം തന്നെ ആ ഒരു ചൈനീസ് സ്കീം ഓഫ് തിങ്സിൻ്റെ ഭാഗമാണ്. കടക്കണി ഡിപ്ലോമസി അല്ലെങ്കിൽ ഡെറ്റ് ട്രാപ്പ് ഡിപ്ലോമസി, ഇത് തിരിച്ചറിഞ്ഞ് വരുമ്പോഴത്തേക്കും വൈകും. പക്ഷേ പാറ്റകളെ പോലെ തന്നെ ഈ പല രാജ്യങ്ങളും, 3-4 ലോക രാജ്യങ്ങൾ പലരും, ആഫ്രിക്കയിലെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചൈനയുടെ ഈ പദ്ധതിയിൽ വീണു പോകാറുണ്ട്. അങ്ങനെ വീണു പോകുന്ന രാജ്യങ്ങൾക്ക് ഒരു സാന്ത്വനമായി ഭാരതം പ്രവർത്തിക്കുന്നു. ശ്രീലങ്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അന്തരാള അവസ്ഥയിൽ എത്തിയപ്പോൾ സഹായിച്ചു നിർത്തുന്നത് ഭാരതമാണ്. പക്ഷേ ഇപ്പോൾ അവിടെയും ആശങ്കയുണ്ട്. കഴിഞ്ഞ ആഴ്ച ശ്രീലങ്കയുടെ പുതിയ ഭരണാധികാരി അനുര കുമാര ദിസനായിക ചൈന സന്ദർശിച്ച് ചൈനയുടെ ഏറ്റവും വലിയ താല്പര്യ മേഖലയെ, ദക്ഷിണേഷ്യയിലെ താല്പര്യ മേഖലയാണ് ശ്രീലങ്ക എന്ന് ഷീ ജിൻപിൻ പറഞ്ഞപ്പോൾ അതൊക്കെ ഇന്ത്യ ഹരിച്ചു കുണിച്ചെടുക്കുന്ന വാചകങ്ങളാണ്. അപ്പം അതുകൊണ്ടാണ് ട്രംപിൻ്റെ വരവിനെ ഇന്ത്യ സ്വാഗതം ചെയ്യുന്നതിൻ്റെ വലിയൊരു കാരണമെന്ന് പറഞ്ഞാൽ, ട്രംപിന് ചരിത്രപരമായി കഴിഞ്ഞ പ്രസിഡൻസിയുടെ കാലത്തെ തീർച്ചയായും ഇന്ത്യയുമായി വളരെ അടുത്ത് നിന്ന്, എനിക്ക് തോന്നുന്നത് അമേരിക്കയുടെ മുൻകാല പ്രസിഡന്റുമാരുടെ എല്ലാം ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഇന്ത്യയുമായി ഏറ്റവും അധികം സൗഹൃദം പുലർത്തിയിരുന്ന വ്യക്തിപരമായ രീതിയിൽ, രാജ്യമെന്ന നിലയിലല്ല, തീർച്ചയായിട്ടും നിർണായകമായ കരാറുകൾ പലതും ഉണ്ടായിട്ടുണ്ട്. 1-2-3 എഗ്രിമെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അമേരിക്കയും ഇന്ത്യയും തമ്മിലുണ്ട്, ട്രംപ് വരുന്നതിന് മുൻപാണ്. പക്ഷേ വ്യക്തി എന്ന നിലയിൽ ഇന്ത്യയുടെ ഭരണ നേതൃത്വവുമായും ഇന്ത്യ രാജ്യവുമായും ഏറ്റവും അധികം ചേർന്ന് നിന്ന ആളെന്നുള്ള നിലയിൽ ട്രംപിനെ ഇന്ത്യ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്, സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിക്കുന്നത്, രാഷ്ട്രീയ ഭേദമില്ലാതെ തന്നെ. അതുകൊണ്ടാണ് ശ്രീ പ്രദീപ് ചോദിച്ച ദക്ഷിണേഷ്യയുടെ ആ ഒരു ശക്തി സമവാക്യങ്ങളിൽ
ട്രംപിൻ്റെ നയങ്ങൾക്ക് നിർണായകമായ ഒരു പ്രാധാന്യമുണ്ടാകും. കാരണം ബ്ലോ ഇറ്റ് ഹോട്ട് ആൻഡ് ബ്ലോ ഇറ്റ് കോൾഡ്, ഇതായിരിക്കണം ട്രംപിൻ്റെ നയം. അതായത് ചൈനയെ നിലയ്ക്ക് നിർത്തേണ്ട ഇടത്ത് നിലയ്ക്ക് നിർത്തുകയും അതേസമയം സഹകരിക്കാവുന്ന എല്ലാ മേഖലയിലും ചൈനയുമായി സഹകരിച്ച് മുന്നോട്ട് പോവുക. അതുകൊണ്ട് ഒരു ബാലൻസിങ് ആക്ട്, ഒരു ഗ്രേറ്റ് ബാലൻസിങ് ആക്ട് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന, അതുപോലെ തന്നെ മറ്റൊരു ബാലൻസിങ് ആക്ട് ബിറ്റ്വീൻ അറബ് വേൾഡ് ആൻഡ് ഇസ്രായേൽ, അതും സമാന്തരമായി നടക്കുന്നു. കാരണം ട്രംപിന് ബിസിനസ് ഇൻട്രസ്റ്റ് ആണ്. എല്ലാവരും സൂചിപ്പിക്കുന്ന പോലെ ട്രംപ് പക്ക ബിസിനസ്സുകാരനാണ്. അപ്പോൾ ബിസിനസ്, തൻ്റെ സ്വന്തം ബിസിനസ് ഇൻട്രസ്റ്റും അമേരിക്കയ്ക്ക് വേണ്ടി ലോക ബിസിനസ്സിനെ ക്രമീകരിച്ചെടുക്കുന്ന ചുമതലയും എല്ലാം ചേരുമ്പോൾ ട്രംപിൻ്റെ റിയൽ എസ്റ്റേറ്റ് മോഹങ്ങൾ തീർച്ചയായും പൂനെയിലേക്കും ബോംബെയിലേക്കും ഇനി ബാംഗ്ലൂരിലേക്കും ഹൈദരാബാദിലേക്കും ഒരുപക്ഷെ തിരുവനന്തപുരത്തേക്കും ഒക്കെ നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള കളമൊരിക്കൽ കൂടിയുണ്ട്. കാരണം ട്രംപ് ഒരു എംപയറാണ്, അല്ലെങ്കിൽ ഒരു റിയൽ എസ്റ്റേറ്റ് എംപയറിൻ്റെ ഉടമ കൂടിയാണ്, കേവലം അമേരിക്കൻ പ്രസിഡന്റ് അല്ല. അതുകൊണ്ട് വികസ്വര വിപണികളിൽ ട്രംപിന് വലിയ താല്പര്യമുണ്ട്, റിയൽ എസ്റ്റേറ്റ് താല്പര്യമുണ്ട്. അതുപോലെ തന്നെ ഈ ബാലൻസിങ് ആക്ടിന് വേണ്ടി ഏതറ്റം വരെ പോകും. റഷ്യ, ഉക്രൈൻ, അറബ് ഇസ്രായേൽ, ഇന്ത്യ, ചൈന, ഈ ബാലൻസിങ്ങിൻ്റെ ഒരു ഉസ്താദായി മാറാനുള്ള സാധ്യതയുണ്ട്. ചരിത്രത്തിൽ ഇപ്പോൾ 79 വയസ്സുള്ള ട്രംപ് ചരിത്രത്തിൽ ഇനിയൊരു അംഗത്തിനുള്ള ബാല്യമില്ല, ഇനി നടക്കത്തുമില്ല. 2 പ്രാവശ്യമേ ഒരാൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് ഈ ടേം ആഘോഷമാക്കി മാറ്റാനും അമേരിക്കയുടെ മാത്രമല്ല ലോക ചരിത്രത്തിൽ തൻ്റേതായ ഒരു ഇടം അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം എ മാൻ വിത്ത് എ ഡിഫറൻസ്, ഇതാണല്ലോ ട്രംപിനെ കുറിച്ച് പറയുന്നത്. പലരും പറയും അൺപ്രഡിക്റ്റബിൾ ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അൺപ്രഡിക്റ്റബിൾ എന്നതിനേക്കാൾ കൂടുതൽ കൃത്യമായ ദിശാബോധം, ഒരു ബിസിനസ്സുകാരൻ്റെ ദിശാബോധമാണ്. അത് കൃത്യതയാണ്. അപ്പോൾ ലാഭ നഷ്ടങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടറിയാം. അദ്ദേഹത്തിൻ്റെ ടാർഗറ്റ് ഗ്രൂപ്പിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാം. അമേരിക്ക എന്ന രാജ്യമാണ് ട്രംപിന് മാൻഡേറ്റ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അമേരിക്കയുടെ താല്പര്യം ആണ് ആദ്യം ഉയർത്തിക്കാട്ടേണ്ടത്. ലോക സമാധാനത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും എല്ലാം വാദോരാതെ സംസാരിക്കും. പക്ഷേ അമേരിക്കയ്ക്ക് സ്വീകാര്യമാകുന്ന രീതിയിൽ സമാധാനം കൊണ്ടുവരിക എന്നത് തന്നെയായിരിക്കും പോളിസി. അങ്ങനെ ദക്ഷിണേഷ്യയിൽ ഉൾപ്പെടെ കാര്യമായ സംഘർഷങ്ങൾ ഒഴിവാക്കി നിർത്താൻ ക്വാഡ് ഉൾപ്പെടെയുള്ള സഖ്യങ്ങളുടെ മിതമായ പ്രവർത്തനം സുഗമമായി നടക്കുന്ന രീതിയിൽ ട്രംപ് കാര്യങ്ങൾ ക്രമീകരിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.